തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി വിഷയീഭവിപ്പിക്കുന്ന വാക്യം ഹബക്കൂക്ക് പ്രവചനം 3-ാം അധ്യായം 18-19 വാക്യങ്ങൾ. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. യഹോവയായ കർത്താവ് എൻ്റെ ബലം ആകുന്നു. ദുരന്തങ്ങളും കഷ്ടനഷ്ടങ്ങളും ഒന്നൊന്നായി സംഭവിക്കുമ്പോൾ ദൈവം മുമ്പാകെ സ്തുതി അർപ്പിക്കുവാൻ കഴിയുന്ന അവസ്ഥയിൽ ആശ്വാസവും ധൈര്യവും ലഭിക്കും എന്ന സന്ദേശമാണ് ഇവിടെ നൽകുന്നത്. ഏത് തരത്തിലുള്ള പ്രശ്നമായാലും ഈശ്വര സ്തുതിക്ക് നാം സന്നദ്ധമാകുമ്പോൾ സാന്ത്വനം താനെ ഹൃദയത്തിലേക്ക് ഒഴുകിയെത്തും. അപ്രകാരമുള്ള ഒരു സാന്ത്വനമാണ് ജീവിതത്തിൽ ഏവരും ആഗ്രഹിക്കുന്നത്. എല്ലാ മതാനുഷ്ഠാനങ്ങളിലും മുഖ്യമായ ഒന്നാണ് ഈശ്വരസ്തുതി. സംഗീതോത്പത്തി തന്നെ ദൈവസ്തുതിയിൽ നിന്നാണ് എന്ന് പറയാം. ഈശ്വരന്റെ അവദാനങ്ങൾ അനുസ്മരിച്ചും അവിടുത്തെ അളവറ്റ അനുഗ്രഹങ്ങൾ അയവിറക്കിയും അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചും വിശ്വാസികൾ സ്തുതി ഉയർത്തുന്നു. ഒരു ഭക്തന് എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. വിശുദ്ധ വേദപുസ്തകത്തിലെ സങ്കീർത്തകൻ സകല ജനതകളും സ്തുതി അർപ്പിക്കുവാൻ ആഹ്വാനം നൽകിയിട്ട് പ്രകൃതിയിലുള്ള സകല ജീവജാലങ്ങളും സ്തുതി ഉയർത്തുവാൻ ആവശ്യപ്പെടുന്നു. നാം സ്തുതി അർപ്പിക്കുന്നത് കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും ഭാവവ്യത്യാസം വരുത്തുകയല്ല ലക്ഷ്യം. നമ്മിൽ തന്നെ പല മാറ്റങ്ങളും ഉണ്ടാക്കുവാൻ അത് കാരണമാകും. നമ്മെ ബാധിക്കുന്ന പല മാനസിക സ്വാസ്ഥ്യങ്ങൾക്കും പിരിമുറുക്കങ്ങൾക്കും സ്തുതി അർപ്പണം ഫലപ്രദമായ ഔഷധമാണ്. ശാരീരികമായ രോഗങ്ങൾക്കും കാരണം മാനസികവും ആത്മീയവുമായ ചില അസ്വസ്ഥ്യങ്ങളാണ്. അതുകൊണ്ട് മാനസിക പ്രശ്നങ്ങൾ അവഗണിച്ചുകൂടാ. മാനസിക തകർച്ചയിൽ നിന്ന് രൂപം പ്രാപിക്കുന്നതാണ് വിഷാദം അഥവാ ഡിപ്രഷൻ. അന്ധകാരം ബാധിച്ച ഒരു വികാരത്തിൽ നാം എത്താം. അപ്പോൾ ജീവിതത്തിലെ നന്മകളെ പോലും മനസ്സിലാക്കുവാൻ കഴിയാതെ, ചിരിക്കുവാൻ സാധിക്കാതെ പതനത്തിൽ എത്തുന്നു. ഈ വിഷാദം നാം പ്രതിരോധിച്ചേ മതിയാവൂ, അല്ലെങ്കിൽ നമ്മുടെ ചേതനകൾ തന്നെ അറ്റുപോകുവാൻ കാരണമാണ്. ഉത്തമമായ ഒരു പ്രതിവിധിയാണ് സ്തുതിഗീതങ്ങൾ ആലപിക്കുന്നത്. ഒറ്റയ്ക്കായാലും മറ്റുള്ളവരുമായി ചേർന്നുകൊണ്ടായാലും സ്തുതി നമ്മുടെ മാനസിക തലത്തിൽ ഉണർവുണ്ടാകുവാൻ പര്യാപ്തമാണ്. ആകുലതയാണ് മറ്റൊരു പ്രശ്നം. ആധുനികതയുടെ ഒരു ഉൽപ്പന്നമായി ആകുലതയെ ചിലർ കരുതുന്നു. എന്നാൽ എക്കാലത്തുമുള്ളവർ ആകുലതയും ഉത്കണ്ഠയും പേറി ക്ലേശിച്ചിട്ടുള്ളവരാണ്. ഭീകരാക്രമണങ്ങളും യുദ്ധങ്ങളും വിപ്ലവങ്ങളും മാത്രമല്ല, നിസാര കാര്യങ്ങൾ പോലും മാനസികമായ സ്വസ്ഥത കെടുത്തുന്നു. ഇല്ലാത്ത പല കാര്യങ്ങളെപ്പറ്റി പോലും എങ്ങനെയൊക്കെ സംഭവിച്ചേക്കാമോ എന്നോർത്ത് ആകുലപ്പെടുന്നവരാണ് മനുഷ്യർ. നമ്മുടെ പ്രശ്നങ്ങൾ മാത്രമല്ല, മറ്റുള്ളവരുടേതും നമ്മെ അലട്ടിയെന്ന് വരാം. മാനസികമായ പിരിമുറുക്കത്തിന് സ്തുതിഗീതങ്ങൾ നല്ല പ്രതിവിധിയാണ്. വിമർശനങ്ങളും അപവാദങ്ങളും സ്വസ്ഥത കെടുത്തുന്ന വിഷയങ്ങൾ തന്നെ. എക്കാലത്തും എല്ലാ സമൂഹത്തിലും അവയിൽ ഏർപ്പെടുന്നവരുണ്ടാകും. എന്നാൽ പ്രശംസയും പ്രോത്സാഹനവും നൽകുന്നവർ ചുരുക്കമായിരിക്കും. എങ്കിലും അവരുടെ സേവനം തകർന്ന മനസ്സും തളർന്ന ശരീരവുമായി കഴിയുന്നവരെ ഉത്തേജിപ്പിക്കാതിരിക്കുകയില്ല. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു.